പണ്ട് നമ്മൾ ബയോളജി ക്ലാസ്സിൽ ടീച്ചറോട് സംശയം ചോദിച്ചാൽ അതൊക്കെ നീ വീട്ടിൽ പോയി വായിച്ചു പഠിച്ചാൽ മതി. ഈ പേരൻ്റൽ ഈഗോ അങ്ങോട്ട് മാറ്റി വെക്കണം. ഇത് ഈ പേരൻ്റ് എന്ന് പറയുന്ന ആള് എല്ലാം അറിയാവുന്ന, എല്ലാത്തിനും ഉത്തരമുള്ള ഒരു ജന്തുവൊന്നുമല്ല. ദേഷ്യമാണ് നമ്മുടെ ആയുധം. നമ്മുടെ ഉള്ളിലെ കള്ളത്തരം മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആയുധമാണ് ദേഷ്യം. അച്ഛന്മാര് പ്രത്യേകമായിട്ട് ഇങ്ങനെ ചോദിക്കരുത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയ അങ്ങ് വിട്ടു പൊക്കോളും. ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരിങ്ങോട്ട് വന്ന് ചോദിക്കുന്നതിന് മുൻപ് നിങ്ങൾ പോയി പറഞ്ഞു കൊടുക്കണം. കമ്മ്യൂണിക്കേഷൻ ഇസ് ദ കീ. അത്രേ ഉള്ളൂ. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇസ് ദ കീ. ആ ഫസ്റ്റ് പോയിന്റിൽ മനസ്സിലായില്ലെങ്കിലും പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും. ഞാൻ ഇങ്ങനെ ഒരു കാര്യം കേട്ടു കേട്ടോ, ഇത് ഇങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ലടാ മോനെ, അത് അങ്ങനെയല്ലടാ ഇങ്ങനെയാണെന്ന് പറയാനൊരു സ്പേസ് ഉണ്ടെങ്കിൽ ഈ കുട്ടികൾ വേറെ എവിടെയും പോയി ചോദിക്കില്ലല്ലോ. ഡോക്ടറോ, ഇറ്റ് കുഡ് ബി എൻ എക്സ്പേർട്ട്, ഇറ്റ് കുഡ് ബി എ ഫ്രണ്ട്, ഇറ്റ് കുഡ് ബി എ സിബ്ലിംഗ്, ആരും ആകാം. പക്ഷെ യു ട്രസ്റ്റ് ദം. വെൻ ഇറ്റ് കംസ് അപ്പ് ടു എ ചൈൽഡ്, എല്ലാവരും ഒരു പരിധി വരെ സ്വാർത്ഥരാണ്. എൻ്റെ മോളോട് നീ എന്തിനാ പറഞ്ഞു കൊടുക്കുന്നത് ഈ ചേച്ചിക്ക് ചോദിക്കാം. അനിയത്തേക്ക് തിരിച്ചു പറയാം, നീ പറയാതിരുന്നത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായതെന്ന്. അല്ലേ, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഇല്ലെന്നല്ല ഉദ്ദേശിക്കണേ. പക്ഷേ എടോ, നമ്മുടെ കുട്ടികൾക്കൊരു പ്രശ്നം ഉണ്ടാക്കിയാൽ നമ്മൾ തന്നെയല്ലേ ഓടണ്ടേ. അപ്പോഴാ കുട്ടി പറയണ ആ ഫാമിലിയെ ചിരിച്ച് തള്ളിയെന്നാണ്. എനിക്കുണ്ടായ ബുദ്ധിമുട്ട് അവർ മനസ്സിലാക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. That is a concern. Arm distance അങ്ങനെയല്ലേ പഠിപ്പിച്ചത് നമ്മൾ. പക്ഷേ തീർച്ചയായിട്ടും 1 arm distance നിൽക്കണം. ആരാണ് എന്നെ ഹഗ് ചെയ്യേണ്ടത്, ആരാണ് എന്നെ ടച്ച് ചെയ്യേണ്ടത്, അതെങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്തം എന്റെയാണ്. അല്ലെങ്കിൽ എന്നോട് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ എൻ്റെ കൂടെ അന്ന് ഇവിടെ വന്നത് എന്ന സ്ഥലത്തേക്കൊക്കെ പോകുന്നത് അതുകൊണ്ടാണ്. അമ്മേനെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് ഓവറാണ്. നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കില്ല. കൂടെയുള്ള ഒരാളുടെ കൈ പിടിച്ച് ക്രോസ് ചെയ്യുമ്പോൾ അയാൾക്ക് ചിന്തിക്കാം, ഓ എന്നോടുള്ള കൺസേണിന്റെ പുറത്ത് എൻ്റെ കൈ പിടിച്ച് ക്രോസ് ചെയ്തെന്ന് ചിന്തിച്ചൂടെ. ഞാൻ പറയട്ടെ, ഇഫ് യു ലിസൺ ടു യുവർ ബോഡി, നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും എവിടെയാണ് ഇത് പ്രോബ്ലം ആവുന്നത്. നമ്മുടെ പ്രേമലു ആ പെങ്കൊച്ച് എല്ലാവരുടെ അടുത്തും അങ്ങനെയല്ലേ. പക്ഷേ ആ ബോയുടെ ലീഡ് ക്യാരക്ടർ വിചാരിച്ചു എൻ്റെ അടുത്താണ് ഇങ്ങനെയെന്ന്. പിന്നെ അതൊരു വലിയ പ്രോബ്ലം ആയിട്ട് മാറി. പിന്നെ അമ്മയുടെ ഒരു പഴയ ഓൾഡ് സ്കൂള്, എൻ്റെ ബോയ് ഫ്രണ്ട് അങ്ങനെയൊന്നും അല്ല, അവൻ അങ്ങനെയൊന്നും ചിന്തിക്കില്ല. ഹെലികോപ്റ്റർ പാരന്റിംഗ് രീതിയിലല്ല, പക്ഷേ സർവൈലൻസിനുള്ള രീതിയിലും അല്ല. പക്ഷെ ഒരു ഗൈഡിങ് ഫാക്ടർ, ഒരു മെന്റോർ എന്നുള്ള രീതിയിൽ നമ്മൾ ചില കാര്യങ്ങൾ ചില സമയത്ത് ഓർമ്മിപ്പിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ടിൽ ദ ടൈം ദേ ആർ അഡൾട്ട് ഇനഫ്. എങ്ങനെയാണ് ഇഫ് ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചു അല്ലെങ്കിൽ ഒരു മോശം അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളത് ഡീൽ ചെയ്യേണ്ടത്? അവർ തമ്മിലൊരു ചെറിയൊരു കണക്ട്. അപ്പം നിന്നെ എനിക്കത് കാണണം എന്ന് പറഞ്ഞു, അങ്ങനെ ഒരു വീഡിയോ കോളിലേക്ക് പോവാണത്. ഈ കുട്ടിക്ക് വേണ്ട ഒരു അറ്റൻഷനും കിട്ടാത്തൊരു സ്ഥലമാണെങ്കിൽ, ആ കുട്ടിക്ക് സ്വന്തം ബോഡിയെ കുറിച്ചോ സ്കിന്നിനെ കുറിച്ചോ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടെങ്കിൽ, ഇവിടെ ടച്ച് ഇല്ല, പരസ്പരം കണ്ടിട്ട് പോലും ഇല്ല, ഇത് ഓൾ ഹാപ്പൻ ഇൻ എ സ്ക്രീൻ. ഇവിടെ ആരെങ്കിലും ബസ്സിൽ പോയോ? പക്ഷെ വന്നപ്പോഴത്തേനും ഈ പെൺകുട്ടിക്ക് കുറ്റമൊന്നുമില്ല, പാവം കുട്ടി, കുഞ്ഞിക്കുട്ടി എന്നാണ് അത് പറഞ്ഞത്. രണ്ടുപേരുടെ ഭാഗം തെറ്റുണ്ട്. ഗേൾസിന് മാത്രം അകത്ത് പോയി മാറാൻ പറ്റും, ബോയ്സ് നീ അങ്ങ് മാറിക്കോളാൻ പറയാം. അതെന്താ അങ്ങനെ? ഇപ്പോൾ നമ്മൾ ഇൻറ്റൻഷനലി ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു അവയർനെസ് കുട്ടിക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്തായിരിക്കണം എന്നില്ല ചിലപ്പോൾ ഒരു സംശയവുമായിട്ട് വരുന്നത്. ഇപ്പൊ പണ്ട് നമ്മൾ ബയോളജി ക്ലാസ്സിൽ ടീച്ചറോട് സംശയം ചോദിച്ചാൽ അതൊക്കെ നീ വീട്ടിൽ പോയി വായിച്ചു പഠിച്ചാൽ മതി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മിക്ക പാരൻസിനും എങ്ങനെ അത് ആൻസർ ചെയ്യണ്ടേ എന്നറിയില്ല. ഇഫ് ഇൻ കേസ് അവർക്ക് ആ ഒരു പെർട്ടിക്കുലർ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുന്ന സാഹചര്യമല്ല, പിന്നീട് പറഞ്ഞു കൊടുക്കാം. അതാണോ ഇപ്പം അമൃത പറഞ്ഞ പോലെ തന്നെ ദേഷ്യമാണ് നമ്മുടെ ആയുധം. നമ്മുടെ ഉള്ളിലെ കള്ളത്തരം മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആയുധമാണ് ദേഷ്യം. അച്ഛന്മാര് പ്രത്യേകമായിട്ട് ഇങ്ങനെ ചോദിക്കരുത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയ അങ്ങ് വിട്ടു പൊക്കോളും. പക്ഷെ അത് ശരിയായ രീതി അല്ല എന്ന് പറഞ്ഞു. എങ്ങനെ നമുക്ക് ഈ ചോദ്യങ്ങളെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും? ഇപ്പം ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. ഞാനിപ്പോൾ എക്സ്പേർട്ട് ആയിട്ട് ഇരിക്കുന്നുണ്ട്, ഞാൻ ഈ ഏരിയയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഡസൻ മീൻ ദാറ്റ് ഐ ഓൾസോ നോ എവറിത്തിങ് അബൌട്ട് ഇറ്റ്. അപ്പോൾ എൻ്റെ മക്കൾ വന്ന് ചോദിക്കുമ്പോൾ ദർ ആർ തിങ്സ് ദാറ്റ് ഐ ഡോണ്ട് നോ. അപ്പോൾ എന്താ, ഓൾവേസ് ബൈ ടൈം. ഈ പേരൻ്റൽ ഈഗോ അങ്ങോട്ട് മാറ്റി വെക്കണം. ഇത് ഈ പേരൻ്റ് എന്ന് പറയുന്ന ആള് എല്ലാം അറിയാവുന്ന, എല്ലാത്തിനും ഉത്തരമുള്ള ഒരു ജന്തുവൊന്നുമല്ല. നമുക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ വന്ന് ചോദിക്കുമ്പോഴത്തേനും, ഓ ഞാനൊന്ന് നോക്കിയിട്ട് പറഞ്ഞു തന്നാൽ മതിയോ? ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞു തരാം, എനിക്ക് കുറച്ച് സമയം തരൂ. എന്നിട്ട് പോയി ഗൂഗിളുണ്ട്, ചാറ്റ് GPT ഉണ്ട്, ജെമിനി ഉണ്ട്, ആരോട് വേണമെങ്കിലും ചോദിച്ചോ, അല്ലെങ്കിൽ ഒരു പുസ്തകം എടുത്ത് നോക്കിക്കോ. എന്നിട്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പോയി പറഞ്ഞു കൊടുക്കണം. ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരിങ്ങോട്ട് വന്ന് ചോദിക്കുന്നതിന് മുൻപ് നിങ്ങൾ പോയി പറഞ്ഞു കൊടുക്കണം. അത്രയും ചെയ്താൽ മതി. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം വാട്ട് ഹാപ്പൻസ് ഇസ്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം എന്ന് പറയേ, പിന്നെ ഇത് അഡ്രസ്സ് ചെയ്യത്തില്ല. അപ്പൊ കുട്ടിക്ക് ബേസിക്കലി വോയിസ് റെക്കഗ്നീഷൻ ഉണ്ട്, ചാറ്റ് GPT ഓൺ ചെയ്യുക, ആ ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിച്ചാൽ മതി. ചാറ്റ് GPTക്ക് അറിയില്ല ഈ ചോദിക്കുന്ന ആളുടെ ഏജ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവില്ല. അതൊരു മെക്കാനിക്കൽ തിങ് ആണ്. അത് ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം കൂടി കുടഞ്ഞുവിട്ട് കൊടുക്കും.
അപ്പം ഇങ്ങനെയുള്ളൂ. സിമ്പിൾ ആൻസർ എന്താ? ബൈ സ്പേസ്. അതിനിപ്പോൾ എന്താ? അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് വായിക്കാം. ഒരു കാര്യം ചെയ്യാം, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ, ശരി എന്നാൽ നമുക്ക് ഇതിനോട് ചോദിക്കാം. ഇതിനോട് ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വന്നു, അത് വായിച്ചിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. ഓ ഇങ്ങനെയാണ്, പക്ഷെ അത് ഉദ്ദേശിച്ചത് ഇതല്ല കേട്ടോ, ഇങ്ങനെയാണ്. കാരണം നമ്മുടെ അവസ്ഥ അനുസരിച്ച് കമ്മ്യൂണിക്കേഷൻ ഇസ് ദ കീ. അത്രേ ഉള്ളൂ. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇസ് ദ കീ. ഇത്രേ ഉള്ളൂ. ഇതിപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയില്ലല്ലോ, നമുക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവില്ലേ? എവിടെയെങ്കിലും ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല, എനിക്ക് എൻ്റെ അമ്മേനോട് പോയി ചോദിക്കാം, അല്ലെങ്കിൽ എൻ്റെ അച്ഛനോട് പോയി ചോദിക്കാം, അച്ഛനത് പറഞ്ഞു തന്നോളും. അല്ലെങ്കിൽ അപ്പ ഞാൻ ഇങ്ങനെ ഒരു കാര്യം കേട്ടു കേട്ടോ, ഇത് ഇങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ലടാ മോനെ അത് അങ്ങനെയല്ലടാ ഇങ്ങനെയാണെന്ന് പറയാനൊരു സ്പേസ് ഉണ്ടെങ്കിൽ ഈ കുട്ടികൾ വേറെ എവിടെയും പോയി ചോദിക്കില്ലല്ലോ. ഈവൻ പോയി ചോദിച്ചാലും എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ പേരൻറ്റിൻ്റെ അടുത്ത് നമ്മുടെ വീട്ടിൽ ഇത് ഡിസ്കസ് ചെയ്യാൻ വരില്ലേ? അത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ സ്പേസ് ഉണ്ടാക്കി എടുക്കണ്ടേ. ഇവിടെ തന്നെ പറഞ്ഞൊരു കോൺസെപ്റ്റാണ് ട്രസ്റ്റഡ് അഡൾട്ട്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഫെറൻ ആസ് എ മദർ, നിങ്ങളുടെ ഹസ്ബൻഡിനും കൂടി ഒരുമിച്ച് ആസ് എ പേരൻറ്റ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ട്രസ്റ്റ് ഉള്ള അഡൾട്ട്സിനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഇറ്റ് കുഡ് ബി എ ഡോക്ടർ, ഓർ ഇറ്റ് കുഡ് ബി എൻ എക്സ്പേർട്ട്, ഇറ്റ് കുഡ് ബി എ ഫ്രണ്ട്, ഇറ്റ് കുഡ് ബി എ സിബ്ലിംഗ്, ആരും ആകാം. പക്ഷേ യു ട്രസ്റ്റ് ദം. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കട്ടെ. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്ന ഒരു ബുദ്ധിമുട്ട് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ജെൻസീസ് ആണ്. ഇപ്പോൾ ജെൻസി എന്ന് പറയുമ്പോൾ 25, ഒരു 25, 29 വരെയുള്ള ആൾക്കാർ, അവർ ദേ ഫീൽ ദേ ആർ വെരി റെസ്പോൺസിബിൾ, സോഷ്യലി ഭയങ്കര റെസ്പോൺസിബിൾ ആണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയോ, ചേച്ചിയുടെ മകന് അല്ലെങ്കിൽ ചേട്ടൻ്റെ മകൾക്ക് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഞാൻ പറയും, മക്കളെ നിങ്ങളുടെ ഇൻറ്റൻഷൻ നല്ലതാണ്, പക്ഷേ നിങ്ങളത് അവരുടെ അടുത്ത് പറയൂ, അവരുടെ കൺസെൻറ്റോട് കൂടി നിങ്ങളത് കുട്ടിയോട് പറഞ്ഞോളൂ. ചിലപ്പോൾ നിങ്ങളുടെ ചേച്ചിക്ക് നിങ്ങളീ പറഞ്ഞ രീതിയിലായിരിക്കില്ല ഈ പെർട്ടിക്കുലർ കോൺസെപ്റ്റ് കുട്ടിയോട് പറയണം എന്ന് ഉണ്ടാവുക. അപ്പം നിങ്ങളിത് പറഞ്ഞു കൊടുക്കുന്നത് ശരിയല്ലല്ലോ. വെൻ ഇറ്റ് കംസ് അപ്പ് ടു എ ചൈൽഡ്, എല്ലാവരും ഒരു പരിധി വരെ സ്വാർത്ഥരാണ്. എൻ്റെ മോളോട് നീ ഇതെന്തിനാ പറഞ്ഞു കൊടുക്കുന്നത് ഈ ചേച്ചിക്ക് ചോദിക്കാം. അനിയത്തേക്ക് തിരിച്ചു പറയാം, നീ പറയാതിരുന്നത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായതെന്ന്. അതൊരിക്കലും ഒരു നല്ല രീതിയിലേക്ക് എത്തില്ല. അപ്പം ഞാൻ എപ്പോഴും ജെൻസിയുടെ അടുത്ത് പറയും, മക്കളെ നിങ്ങളുടെ നല്ല ഇൻറ്റൻഷനാണ്, അതെനിക്ക് മനസ്സിലായി, പക്ഷേ അത് അവരുടെ കുട്ടികളാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ദേ ആർ റെസ്പോൺസിബിൾ അല്ലേ. നമ്മൾ റെസ്പോൺസിബിലിറ്റി ഇല്ലെന്നല്ല ഉദ്ദേശിക്കണേ, പക്ഷേ എടോ നമ്മുടെ കുട്ടികൾക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കി നമ്മൾ തന്നെയല്ലേ ഓടണ്ടേ അല്ലേ. ഇപ്പം ആര് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫൈനലി ഇറ്റ്സ് അപ് ടു അപ്പൻ ആൻഡ് അമ്മ. അപ്പം നിങ്ങൾ അവരുടെ അടുത്ത് പറയൂ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കപ്പിൾ കൗൺസിലിങ്ങിന് ഇടയ്ക്ക് വന്നപ്പോഴത്തേനും ആ കുട്ടി പറഞ്ഞൊരു കാര്യമാണ്, അയാളുടെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മകൻ ഇങ്ങനെ വീട്ടിൽ നിൽക്കാൻ കുറച്ചത്തേക്കൊക്കെ വരുമ്പോൾ ഓടി വന്നിട്ട് ബ്രസ്റ്റിൽ ഗ്രാബ് ചെയ്യും. ഷീ ട്രൈഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ടു ഹിം. അപ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കമ്മ്യൂണിക്കേറ്റിംഗ് ടു ഹിം എന്ന് ഉദ്ദേശിച്ചത് ഹസ്ബൻഡിനോട് പറഞ്ഞു എന്നാണ്. കാരണം അത് സിസ്റ്റർ ഇൻ ലോ ബ്രദർ ഇൻ ലോയുടെ കുട്ടിയാണല്ലോ, അവിടെ ഒരു പ്രോബ്ലം വരാൻ സാധ്യതയുണ്ടെന്നുള്ളതുകൊണ്ട്. അപ്പം ഈ ഹസ്ബൻഡ് പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല, നീ വിട്ടുകളഞ്ഞേക്ക്. ഈവൻ ദാറ്റ് ഇസ് ഓൾസോ നോട്ട് എ ഗുഡ് തിങ്. 2 തവണയായപ്പോൾ അയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. എല്ലാവരുടെയും മുൻപിലിരുന്ന സമയത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അപ്പോഴാ കുട്ടി പറയണ ആ ഫാമിലി ചിരിച്ച് തള്ളി എന്നാണ്. എനിക്കുണ്ടായ ബുദ്ധിമുട്ട് അവർ മനസ്സിലാക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. ദാറ്റ് ഈസ് എ കൺസേൺ. അപ്പോൾ ഇയാളത് ആ കുട്ടിയുടെ അമ്മയോടും അച്ഛനോടും ഇതൊരു കൺസേൺ ആണ് എനിക്ക്, നെക്സ്റ്റ് ടൈം ഇങ്ങനെ ചെയ്താൽ ഐ എം സോറി, ഞാനത് സമ്മതിച്ച് കൊടുക്കില്ല, ഞാൻ കുട്ടിയെ മാറ്റും, അതിന് ഒരു പ്രോബ്ലം ഉണ്ടാവരുതെന്ന് പറഞ്ഞേ പറ്റൂ. ബിക്കോസ് ദാറ്റ് ഇസ് വാട്ട് ഷീ ടോൾഡ് മീ, എനിക്കിങ്ങനെ ചെയ്യണം. ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞോളൂ, അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുക. ഇങ്ങനെയുള്ള എലമെൻറ്റ്സ് എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു അല്ലെ എങ്ങനെ കിട്ടുന്നു അതിനേക്കാളൊക്കെ ഉപരി ഇത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ പറ്റുന്ന ആൾക്കാരെ ഇത് ഏൽപ്പിക്കുക, അല്ലെങ്കിൽ പറ്റുന്ന ആൾക്കാരെ കൂടെ ഉണ്ടെങ്കിൽ ദേ ടേക്ക് എന്താ പറയുക ഇനീഷ്യേറ്റീവ്, ബട്ട് വിത്ത് ദ കൺസെന്റ് ഓഫ് ദെയർ പേരൻറ്റ്. അങ്ങനെ പറ്റുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ജെൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെയാണെങ്കിലും ഫിസിക്കൽ ബൗണ്ടറീസ് എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ ഇപ്പോൾ പലപ്പോഴും നമ്മളൊക്കെ എന്താ പറയുക, ഒരു മിനിമം ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ഒരു മിനിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ ഇപ്പൊ ഡിസ്റ്റൻസ് അങ്ങനെയല്ലേ നമ്മൾ പക്ഷേ തീർച്ചയായിട്ടും 1 arm ഡിസ്റ്റൻസ് നിൽക്കണം. അതെ, നമ്മളെ കാലത്ത് പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ ക്ലാസ്സിൽ പോലും പെൺകുട്ടികൾ വേറെ ആൺകുട്ടികൾ വേറെ അങ്ങനെയായിരുന്നു. അതിൽ നിന്ന് മാറി മിക്സ് ആയിട്ട് ഇരിക്കാൻ തുടങ്ങി. പക്ഷെ ഇപ്പൊ പലപ്പോഴും എന്താ പറയാ, ഇപ്പൊ നമ്മൾ മെട്രോയിൽ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിലും ചിലപ്പോൾ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആണെങ്കിലും ആ ഒരു ഫിസിക്കൽ സ്പേസ് 1 arm പോയിട്ട് തീരെ ഡിസ്റ്റൻസ് ഇല്ലാതെയാണ് പലപ്പോഴും നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്.
പക്ഷെ അത് പറയുമ്പോൾ ലൈക്ക് ഹീസ് മൈ ബെസ്റ്റി അല്ലെങ്കിൽ ഹീസ് മൈ ക്ലോസ് ഫ്രണ്ട്. എന്താ അവിടെ ഒരു ആൺകുട്ടിക്ക് ഒരു സെക്ഷുവൽ ഫീല് വരുമെന്നോ അതല്ലെങ്കിൽ ലൈക്ക് ആ ഒരു ഗ്യാപ്പ് 2 ബോഡീസ് തമ്മിൽ ഉണ്ടാവണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒന്നും കുട്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലാവുന്നില്ല. എന്തുമാത്രമാണ് നമ്മൾ അത് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്? അതായത് ഫ്രണ്ട്സ് ആണെങ്കിലും യു ഹാവ് ടു കീപ്പ് എ ഡിസ്റ്റൻസ് എന്നുള്ളത്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, നമ്മൾ സേഫ് സ്പേസ് അല്ലെങ്കിൽ അതായത് ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന് ഗുഡ് ആൻഡ് ബാഡ് ബിഹേവിയേഴ്സ് സേഫ് ബിഹേവിയേഴ്സ് വരെ എത്തി നിൽക്കുകയാണ്. ഈ ബിഹേവിയേഴ്സിനെ കൂടെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് പേഴ്സണൽ സ്പേസ്. പേഴ്സണൽ സ്പേസ് എന്ന് പറയുമ്പോൾ ബോഡി ആസ് എ പേഴ്സണൽ സ്പേസ് ഉണ്ട്, ഇമോഷണൽ സ്പേസ് ഉണ്ട്, രണ്ടുണ്ട്. ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്പേസാണ് ഉദ്ദേശിക്കുന്നത്. ആരാണ് എന്നെ ഹഗ് ചെയ്യേണ്ടത്, ആരാണ് എന്നെ ടച്ച് ചെയ്യേണ്ടത്, അതെങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്തം എൻ്റെയാണ്. അതിൻ്റെ കൂടെ തന്നെ ടച്ച് അല്ലെങ്കിൽ ഇമോഷൻ, അതിനകത്തൊരു തോട്ട്, ഇതെല്ലാം ഈക്വലി പോകുന്ന, കാരണം ഇതെല്ലാം മൈൻഡിൻ്റെ ഒരു ഏർപ്പാടാണ്. ഓക്കെ, അത് പ്രോസസ് ഓഫ് മൈൻഡാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് കുട്ടിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണം. ആരും അടുത്ത് വന്നിരുന്നാലും ഓക്കെ ആണെന്നല്ല, അത് ഫ്രണ്ട്ലി ആണെന്നല്ല, ഇത് നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നുന്ന ഒരു തോന്നലാണ്. അത് തന്നെയാണ് മറ്റേ ആളുടെ മനസ്സിൽ നിർബന്ധമുണ്ടോ? അതുകൊണ്ടാണ് നല്ലപോലെ ഇൻറ്ററാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിനക്കല്ലെങ്കിൽ എന്നോട് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ എൻ്റെ കൂടെ അന്ന് ഇവിടെ വന്നത് എന്ന സ്ഥലത്തേക്കൊക്കെ പോകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ നേരത്തെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. മക്കളെ, നിങ്ങളിങ്ങനെ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ അമ്മയുടെ കണ്ണിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഓപ്പണായിട്ട് പറയും. അമ്മേനെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് ഓവറാണ്, നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കില്ല, പക്ഷെ അമ്മയ്ക്ക് ഇങ്ങനത്തെ കുറച്ച് പേടിയുണ്ട്. ഇപ്പം നീ ഇങ്ങനെ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ അവനെങ്ങാനും തോന്നുമോ, നിനക്ക് അവനോടൊരു ചെറിയ സോഫ്റ്റ് കോർണർ ഉണ്ടെന്നോ ഒരു ഇഷ്ടക്കൂടുതലുണ്ടെന്നോ തോന്നുമോ എന്ന് എനിക്കൊരു പേടിയുണ്ട്. ഞാൻ ഓൾഡ് സ്കൂൾ അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് മക്കളൊന്ന് ആ ബൗണ്ടറി വെച്ചേക്കണം, ഒന്ന് പറഞ്ഞേക്കണേ. നമ്മൾ ഫ്രണ്ട്സാണ്, ഞാനിങ്ങനെ കുറച്ച് ഇപ്പോൾ പറഞ്ഞ പോലെ വളരെ കാഷ്വലായിട്ട് സോഷ്യലൈസ് ചെയ്യുന്ന ഒരാളാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിങ്ങനെ ഒന്ന് കൈ പിടിക്കുന്നതോ അല്ലേ. ഇപ്പോൾ അത് പറഞ്ഞാൽ ഒരു റോഡ് ക്രോസ് ചെയ്യുന്നവരെ അപ്പോൾ കൂടെയുള്ള ഒരാളുടെ കൈ പിടിച്ച് ക്രോസ് ചെയ്യുമ്പോൾ അയാൾക്ക് ചിന്തിക്കാം, ഓ എന്നോടുള്ള കൺസേണിൻ്റെ പുറത്ത് എൻ്റെ കൈ പിടിച്ച് ക്രോസ് ചെയ്തെന്ന് ചിന്തിച്ചൂടെ? ഹീ ഓർ ഷീ ഈസ് ഫ്രീ ടു തിങ്ക് ദാറ്റ്. ഞാനത് ചെയ്തത് അങ്ങനെ ആയിരിക്കണം നിർബന്ധമുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് ആക്ച്വലി പറയാതെ നമ്മൾ പറഞ്ഞു വെക്കുന്ന കുറച്ച് പ്രശ്നങ്ങളാണ്. അതൊക്കെ ക്ലിയർ ആയിരിക്കണം എന്ന് പറയണേ. ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറയട്ടെ, ഇഫ് യു ലിസൺ ടു യുവർ ബോഡി, നിങ്ങൾക്കത് തീർച്ചയായിട്ടും മനസ്സിലാകും എവിടെയാണ് ഇത് പ്രോബ്ലം ആവുന്നത്. ആ ഫസ്റ്റ് പോയിന്റിൽ മനസ്സിലായില്ലെങ്കിലും പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും. ആ സിറ്റുവേഷനിൽ നിങ്ങളൊന്ന് പോസ് ചെയ്തൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നീ എന്നെ എല്ലാ ദിവസവും രാവിലെ വിളിക്കുന്നതാണല്ലോ, നിന്റെ മെസ്സേജ് ഒന്നും കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴും അതിനകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അങ്ങനെയൊന്ന് ചെയ്യും. നമുക്ക് ഇപ്പുറത്തെ ആളുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് ഒരിക്കലും അറിയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഓപ്പൺ ആവാൻ നമുക്ക് പറയാം, എടോ ഞാൻ വളരെ കാഷ്വലായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ ചിലപ്പോൾ തോളത്ത് കൈയിടുമായിരിക്കും, ഒരുമിച്ച് നിൻ്റെ കൂടെ ബൈക്കിൽ വരുമായിരിക്കും. ദൈവത്തെ ഓർത്ത് വേറൊരു റിലേഷൻഷിപ്പ് എൻ്റെ മനസ്സിൽ നിങ്ങൾ വിചാരിക്കരുത്. കാരണം ഞാൻ എല്ലാവരോടും ഇങ്ങനെ, ഇപ്പം നമ്മുടെ പ്രേമലു ആ പെങ്കൊച്ച് എല്ലാവരുടെ അടുത്തും അങ്ങനെയല്ലേ. പക്ഷേ ആ ബോയുടെ ലീഡ് ക്യാരക്ടർ വിചാരിച്ചു എൻ്റെ അടുത്താണ് ഇങ്ങനെയെന്ന്. പിന്നെ അതൊരു വലിയ പ്രോബ്ലമായിട്ട് മാറി. മനസ്സിലാവും. അവസാനം ഷീ ഹാഡ് ടു ഫോൾ ഇൻ ലവ് വിത്ത് ദെം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറി. ശരിക്കും ആ കുട്ടിയുടെ ആ ഒരു ലീഡ് ഹീറോയിൻ്റെ ക്യാരക്ടർ എടുത്ത് നോക്കിയേ, ആ കുട്ടി ഇൻട്രാക്ട് ചെയ്യുന്ന എല്ലാവരുടെ അടുത്തും ആ കുട്ടി ഇങ്ങനെ തന്നെ ഇൻട്രാക്ട് ചെയ്യുന്നത്, അല്ലാതെ ഈ ചെറുക്കനോട് പ്രത്യേക വിധമായിട്ട് അങ്ങനെ ചെയ്യുന്നതൊന്നും അല്ല. അപ്പം ഇതതിനകത്ത് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്തെന്നറിയോ, നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് ഓണം കൂടുതലുണ്ടവരും കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളവരും ആണല്ലോ. അപ്പോൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ഒരു കാര്യം കാണാൻ നമുക്ക് കഴിവുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മുടെ കുട്ടികളെ അംഗീകരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമുക്കിത് പറയാലോ, പറയാന്നുള്ളത് നമ്മുടെ കടമയാണ്. ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ പറയും, പിന്നെ അമ്മയുടെ ഒരു പഴയ ഓൾഡ് സ്കൂള്, എൻ്റെ ബോയ് ഫ്രണ്ട് അങ്ങനെയൊന്നും അല്ല, അവൻ അങ്ങനെയൊന്നും ചിന്തിക്കില്ല. പക്ഷെ എന്നാലും നമ്മളിത് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ ജെൻസി ആണെങ്കിലും ടീൻ ആണെങ്കിലും ഒന്ന് ചിന്തിക്കും, എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എവിടെയെങ്കിലും. പക്ഷെ അത് നമ്മുടെ ഒരു എന്താ പറയണ ഹെലികോപ്റ്റർ പാരൻറ്റിങ്ങുള്ള രീതിയിലല്ല, പക്ഷേ സർവൈലൻസിനുള്ള രീതിയിലും അല്ല, പക്ഷെ ഒരു ഗൈഡിങ് ഫാക്ടർ, ഒരു മെൻറ്റോർ എന്നുള്ള രീതിയിൽ നമ്മൾ ചില കാര്യങ്ങൾ ചില സമയത്ത് ഓർമ്മിപ്പിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് ടിൽ ദ ടൈം ദേ ആർ അഡൾട്ട് ഇനഫ്. ഇപ്പോൾ പലപ്പോഴും നമുക്കറിയാം സം പോയിന്റ് നമ്മുടെ ലൈഫിൽ നമ്മളെല്ലാവരും സെക്ഷൽ ഹറാസ്മെന്റ് ഫേസ് ചെയ്തു. ചിലപ്പോൾ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിലാവാം, അതല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ തന്നെ ആവാം. അപ്പോൾ പക്ഷെ എന്തെങ്കിലും എൻ്റെ പെൺകുട്ടികൾക്ക് ആണെങ്കിലും എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ലൈഫ് വരും. മേ ബി അതൊരു റേപ്പ്, അങ്ങനെ ആ ലെവലിൽ വരെ പോകണം എന്നില്ല. ഒരാൾ
എൻ്റെ ശരീരത്തിൽ സ്പർശിച്ചു, അതല്ലെങ്കിൽ ഒരു സെക്ഷുവൽ രീതിയിൽ എൻ്റെ ബോഡീനെ സ്പർശിച്ചു എന്ന് പറയുന്നത് പിന്നീട് ആ കുട്ടിക്ക് ഒരു മെന്റൽ ട്രോമയാണ്. അതിന് ഒരു പരിധിവരെ നമ്മൾ സൊസൈറ്റി തന്നെയാണ് കാര്യം. നമ്മൾ അങ്ങനെയാണ് പറയുന്നത് അയ്യോ പ്രശ്നമാണെന്നുള്ളത്. എങ്ങനെയാണ് ഇഫ് ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചു അല്ലെങ്കിൽ ഒരു മോശം അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളത് ഡീൽ ചെയ്യേണ്ടത്? അയ്യോ, ഇത് ആക്ച്വലി പേഴ്സണൽ ഒരു പെർസ്പെക്റ്റീവ് ആയിട്ട് പറയാം. അപ്പോൾ ഇങ്ങനെയൊന്നും അല്ല സത്യത്തിൽ. ഇപ്പം ഫെറൻ പറഞ്ഞ രീതി കുറച്ചുകൂടെ പണ്ടാണ്. ഇന്നത്തെ ഒരു ജെൻസിയുടെ ഒരു യുഗത്തിൽ ബേസിക്കലി ഒരു സെക്ഷൽ ഹാരസ്മെന്റോ അല്ലെങ്കിൽ അബ്യൂസോ സംഭവിക്കുന്നത് ഈ ഒരു രീതിയിലല്ല. അപ്പം കഴിഞ്ഞ ദിവസം തന്നെ കണ്ടൊരു കാര്യത്തിനകത്ത് അതൊരു ഗെയിം ഷോ ആണ്, ഗെയിമാണ്. ഗെയിമിനകത്ത് 2 കുട്ടികൾ ഒരു ഗെയിമിനകത്ത് ദേ ആർ പ്ലേയിങ്. അപ്പം നമ്മൾക്ക് ഒരു പാർട്ട്ണറുണ്ട്. അവരിങ്ങനെ കളിക്കുമ്പോൾ ദർ ഇസ് എ ചാറ്റ് റൂം. അപ്പം നമുക്ക് ചാറ്റ് ചെയ്യാം. അപ്പോൾ 2 പേരും നമ്മുടെ പണ്ടത്തെ ഒക്കെ ക്ലാഷ് ഓഫ് ക്ലാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. വൈറ്റ് സെറ്റിയോ അങ്ങനെ എന്തൊരു ഗെയിമൊക്കെ ഉണ്ടായിരുന്നു പണ്ട്, കാറോട് കളിച്ചൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. വട്ട് എവർ ഇറ്റ് ഇസ്. ഇവിടെ ഇപ്പോൾ ചാറ്റ് റൂം ഒക്കെ ഉണ്ട്. അപ്പോൾ സംസാരിക്കാം. അപ്പോൾ അതിനകത്തെന്ന് പറഞ്ഞാൽ 2 പേര് സംസാരിക്കുന്നത്. അപ്പോൾ ഒരാൾ ഒരു 15 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്, മറ്റേ ആൾ ഹീ ഇസ് എന്താ പറയുക ഇൻട്രൊഡ്യൂസിങ് ആസ് എ +1 സ്റ്റുഡൻറ്റ്, ഒരു 17 year old ആണ്. സംസാരിച്ചു, അവർ കളിക്കാൻ തുടങ്ങി. അപ്പം റോള് സ്വിച്ചിങ് ഉണ്ട്. അങ്ങനെ പോയി അവർ നല്ല കൂട്ടായി കഴിഞ്ഞപ്പം അവർ തമ്മിലൊരു ചെറിയൊരു കണക്ട്. അപ്പം നിന്നെ എനിക്കത് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വീഡിയോ കോളിലേക്ക് പോവാണത്. വീഡിയോ കോൾ ചെയ്ത സമയത്ത് വളരെ കാഷ്വലായിട്ട് ആ കുട്ടി ഇരുന്ന സമയത്താണ് വീഡിയോ കോൾ വന്നത്. അപ്പോൾ വീട്ടിലുള്ള ഡ്രസ്സായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇറ്റ് വാസ് നോട്ട് എ ഗുഡ് ഇൻ ദ സെൻസ് പുറത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സ്. പക്ഷെ അവൾക്കത് അങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു പെട്ടെന്നൊരു വീഡിയോ കോൾ വരുമെന്നേ. പക്ഷെ അവൻ എന്ത് ചെയ്തു, അവനത് റെക്കോർഡ് ചെയ്തു. ഓക്കെ, പിന്നെ അതൊരു പിന്നെ ആ കുട്ടി ഈ പറയുന്ന പോലെ ഇപ്പം ഈ പറഞ്ഞ സിറ്റുവേഷനിൽ ഫെറൻ ഒന്ന് ആലോചിക്കേണ്ടത്, എന്തെങ്കിലും ഒരു ഡിസ്റ്റോർഷനുള്ള ഫാമിലിയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ കുട്ടിക്ക് വേണ്ട ഒരു അറ്റൻഷനും കിട്ടാത്തൊരു സ്ഥലമാണെങ്കിൽ, ആ കുട്ടിക്ക് സ്വന്തം ബോഡിയെക്കുറിച്ചോ സ്കിന്നിനെ കുറിച്ചോ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടെങ്കിൽ, ആ അപ്പുറത്തിരിക്കുന്ന ആൾ അതിനെയൊക്കെ വളരെ പോസിറ്റീവായിട്ട് എംബ്രേസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായി? ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളത് എന്താ പറയുക ആ ഒരു വീഡിയോ എടുത്തു. പിന്നീട് അതൊരു കുറച്ചൊരു റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് പോയി. ഹി വോണ്ടഡ് ഹർ ഫോട്ടോ. അവൾ ഈ പറഞ്ഞ പോലെ ഫോട്ടോ കൊടുത്തു. അപ്പോൾ വീഡിയോ കോൾ തന്നെ ഫോട്ടോ കൊടുത്തു. പക്ഷേ അതിനോടകം ഈ കുട്ടി ആ പെൺകുട്ടിയുടെ വെബ് ക്യാം ഹാക്ക് ചെയ്തു. സോ ഹി ഹാഡ് ആക്സസ് ടു ഹർ റൂം. അങ്ങനെ കുറേ വീഡിയോസും ഇതൊക്കെ കിട്ടി. അത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദെൻ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി പറഞ്ഞു നീയായിട്ട് എനിക്കൊരു കോൺടാക്റ്റ് ഇനി വേണ്ട പറഞ്ഞ് ബ്ലോക്ക് ചെയ്തു. പിന്നെ ചെയ്തത് ആ കുട്ടിയുടെ ആ പിക്ചേഴ്സ് ഈ കുട്ടി അവളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇൻസ്റ്റഗ്രാമിൽ എന്തോ ഷെയർ ചെയ്തു. ആ കുട്ടി ഇത് കണ്ടു. ആ കുട്ടിയുടെ ഫ്രണ്ട്സ് കണ്ടിട്ട് ഈ മോളെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ പാരൻ്റൊക്കെ അറിഞ്ഞു. ഷീ ട്രൈഡ് ടു കമ്മിറ്റ് സൂയിസൈഡ്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഇതാണ് ഇപ്പോഴത്തെ ഒരു സംഭവം. ഇവിടെ ടച്ച് ഇല്ല, പരസ്പരം കണ്ടിട്ട് പോലുമില്ല. ഇത് ഓൾ ഹാപ്പൻഡ് ഇൻ എ സ്ക്രീൻ. ഇവിടെ ആരെങ്കിലും ബസ്സിൽ പോയോ? ഇതാരെങ്കിലും ഇരുന്നിടത്തുനിന്ന് എണീറ്റിട്ടില്ല അതില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ വരിക. പക്ഷെ ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോയ് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് 17 year ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവൻ ശരിക്കും ഒരു 25 year old ആയിരുന്നു. ഹി വാസ് ഇൻ ടു എ ഡ്രഗ് ഇത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ടാസ്ക് കിട്ടും. ആ ടാസ്ക് ആയിരുന്നു ഇത്. അങ്ങനെ ഇപ്പോൾ ഈ കുട്ടി മാത്രമല്ല, കുറേ ഉണ്ടായിരുന്നു. പക്ഷെ വന്നപ്പോഴത്തേനും ഈ പെൺകുട്ടിക്ക് കുറ്റമൊന്നുമില്ല, പാവം കുട്ടി കുഞ്ഞിക്കുട്ടി എന്നാണ് അത് പറഞ്ഞത്. 2 പേരുടെ ഭാഗത്ത് തെറ്റുണ്ട്. അപ്പം ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ അവനത് ചെയ്യാൻ പാടില്ല, ഇവളൊരു ചെയ്യാൻ പാടില്ല. ഒരാൾ ചോദിച്ചത് കൊണ്ട് ഇത് കൊടുക്കാൻ പാടില്ലല്ലോ. ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ ഷി വാസ് സപ്പോസ് ടു ടെൽ ഹർ പേരൻസ് ബേസിക്കലി. ഇപ്പം എന്ത് സിറ്റുവേഷൻ, ഇപ്പം നിങ്ങൾ പറഞ്ഞ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കൂ. അടിക്കുന്നു, തല്ലുന്നു, അല്ലെങ്കിൽ വീട്ടിൽ പൂട്ടിയിടുന്നു. എന്നാലും ഇപ്പം ഉണ്ടായൊരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ലായിരുന്നു. ഇനി അടുത്തത് ഇതൊക്കെ സംഭവിച്ചു, ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിപ്പോൾ ഞാൻ ഒരു എലമെൻറ്റും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കഥയിലും ഈ പ്രെഡേറ്റർ എന്ന് പറയുന്ന ആൾ മെയിലാണ്. പക്ഷെ ഇപ്പോൾ വരാറുള്ള കേസിൽ അങ്ങനെ ഇല്ല. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കൂടി ഹാക്ക് ചെയ്യുന്ന, ഇതുപോലെ തന്നെ നമ്മുടെ ന്യൂഡ് വീഡിയോസ് ഫോണൊക്കെ എടുത്തിട്ട് കൊടുക്കുന്നത് അറ്റത്ത് ഗേൾസ് ആവുന്നുണ്ട്. പല സിറ്റുവേഷൻസിലും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഉണ്ട്. ഇപ്പോൾ ഇതൊന്നും അറിയാതെ ഇങ്ങനെ സംഭവിച്ച് പോയി എന്ന് തന്നെ കരുതുക. ഇതൊരു ലൈഫ് എൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു കാര്യമുണ്ടോ? എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചൊരു ക്വസ്റ്റനാണ്. നമ്മളൊരു ഡിസ്കഷനിൽ ഇരുന്നപ്പോഴത്തേനും ഒരു മെയിലാണ്. അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ ന്യൂഡ് ഇമേജാണ് പുറത്തുനിന്ന് നീ വിചാരിക്കേ, എനിക്ക് എന്താ പ്രശ്നം? അപ്പം ഞാൻ പറഞ്ഞു നിനക്ക് ഇപ്പം നമ്മളെല്ലാവരും ഗേൾസും ബോയ്സും എല്ലാവരും കൂടെ ഉള്ള ഒരു ഡിസ്കഷനാണ്. പറഞ്ഞു നിങ്ങൾക്ക് എന്താ പ്രശ്നം, ഞങ്ങൾക്കല്ലേ കുഴപ്പമുള്ളൂ. അതാണ് പ്രശ്നം.
നിങ്ങൾക്ക് കുഴപ്പമുണ്ട് എന്നുള്ളതാണ് പ്രശ്നം എന്നാണ് അയാൾ പറഞ്ഞത്. ഒരു പരിധി വരെ ആണ്. നമ്മൾ എങ്ങനെ എടുക്കുന്നു ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു പിക്ചർ വന്നു എന്നുള്ളത് കൊണ്ട് നമ്മളതിനെ വല്ലാതെ ഹൈഡ് ചെയ്യാൻ തുടങ്ങുകയും നമ്മൾ പൈസ കൊടുക്കാൻ റെഡി ആവുന്നു, നമ്മുടെ തന്നെ ഒരു ഐഡന്റിറ്റി ക്രാഷ് ആവുന്നു, നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. ശരിക്കും വയലേഷനാണ്, അങ്ങനെ ചെയ്യാൻ പാടാത്ത കാര്യമാണ്, അത് ഇല്ലീഗലാണ്, അത് തെറ്റാണ്, സമ്മതിക്കുന്നു. പക്ഷെ എന്നാലും നമ്മുടെ ജീവൻ കളയണ്ട, നമ്മളെ മോശമാക്കി കാണേണ്ട ഒരു കാര്യമുണ്ടോ? ദാറ്റ് ഈസ് അങ്ങനെ അവൻ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാനത് എൻ്റെ ന്യൂഡായിട്ടുള്ള ഇമേജ് ഞാൻ കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, സമ്മതിച്ചു. രണ്ടു ഭാഗത്ത് തെറ്റുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു തെറ്റ് പറ്റി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ജീവൻ എടുക്കേണ്ട കാര്യമുണ്ടോ? ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് ചിന്തിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബേസിക്കലി ആരുടെയും പേത്ത് കുറ്റം ചാരമല്ല, പക്ഷെ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാലും ലൈഫ് ഹാസ് ടു മൂവ് ഓൺ അല്ലേ? ഇപ്പൊ പണ്ടൊക്കെ ഒരു ഡിവോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളിപ്പോ ഒരു ഡിവോഴ്സും 2 ഡിവോഴ്സും 3 ഡിവോഴ്സും കഴിഞ്ഞിട്ട് പിന്നെ സന്തോഷിക്കുന്നു. അത് വേറൊരു ആസ്പെക്ട് ആണ്. പക്ഷേ അതുകൊണ്ട് ഞാൻ ചീത്തയായി പോയി, എന്റെ ലൈഫ് ഇവിടെ എൻഡ് ചെയ്യേണ്ട കാര്യമുണ്ട്, അങ്ങനത്തെ ഒരു ചിന്തയിലേക്ക് പോവരുത്. അതിന്റെ കാര്യമില്ല. ഇതിപ്പോ ഒരു ബോഡി എന്ന് പറയുന്നത് ഡീറ്റോറേറ്റ് ചെയ്ത് പോകുന്ന ഒരു സാധനമാണ്. അതിനകത്ത് അത്രയും വലിയൊരു സംഭവം എടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ് ബേസിക്കലി. അത്രേ ഉള്ളൂ. അപ്പോൾ ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മളെ കേൾക്കുന്ന ഒരു 10 പാരൻസിൽ ചിലപ്പോൾ 2 പേരോ 5 പേരോ ഒക്കെ ഇത് അപ്ലൈ ചെയ്യായിരിക്കും. പക്ഷേ ഇത് ഒരു കംപ്ലീറ്റ് സൊസൈറ്റി അതല്ലെങ്കിൽ ഒരു ജനറേഷനിൽ ഇത് കൊടുക്കണമെങ്കിൽ അക്കാഡമിക്സിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇതുവരെ ഇപ്പോൾ ഇടയ്ക്ക് നിലയ്ക്കൊക്കെ നമ്മളിങ്ങനെ കാണും, ഇങ്ങനെ സെക്സ് എഡ്യൂക്കേഷൻ ഭാഗമാക്കാൻ പോകുന്നു, ആക്കുന്നില്ല, കുറെ കൺസേൺസ്. ആസ് എൻ എക്സ്പേർട്ട് എന്താണ് ഇപ്പോൾ ഒരുപാട് പേരോട് സംസാരിച്ചിട്ടുണ്ടാവില്ല, ഒരുപാട് പാരൻസിനോട് സംസാരിച്ചിട്ടുണ്ട്, കുട്ടികളോട് സംസാരിച്ചിട്ടുണ്ട്. എന്താണ് ഇതൊരു കരിക്കുലത്തിലൊക്കെ വരേണ്ട സമയം അതിക്രമിച്ചു? ബേസിക്കലി NEP-യുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ CBSE കരിക്കുലത്തിൽ സെക്സിന്റെ ഒരു ഭാഗമാണ്. ഇപ്പം ഒരുപാട് ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് സിലബസിന്റെ പുസ്തകത്തിലാണെങ്കിലും ജെൻഡർ റോൾസ്, ജെൻഡർ സ്റ്റീരിയോടൈപ്സിനെയൊക്കെ മിസ്പ്ലേസ് ചെയ്യുന്ന, മാറ്റി സ്ഥാപിക്കുന്ന, റീക്രിയേറ്റ് ചെയ്യുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അതേപോലെ CBSE-യുടെ ക്യാരക്ടർ വാല്യൂഡ് VED എന്ന് പറയും. അങ്ങനെ ഒരു നമുക്ക് പണ്ട് മോറൽ സയൻസ് ഒക്കെ പഠിപ്പിച്ച പോലെ ഒരു പീരീഡ് ഇപ്പോൾ ഉണ്ട്. അതിനകത്ത് സെക്സ് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കൺസെന്റ് ആണെങ്കിലും റെസ്പെക്ട് ആണെങ്കിലും ബൗണ്ടറി ആണെങ്കിലും മെൻസ്ട്രേഷൻ ആണെങ്കിലും എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം പുസ്തകങ്ങളുണ്ട്. ബട്ട് ദെൻ അഗൈൻ ഇറ്റ് ഈസ് ലൈക്ക് പഠിപ്പിക്കുന്നുണ്ടോ? ടീച്ചേഴ്സിന് ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇപ്പം നമ്മളാണെങ്കിൽ തന്നെയും ചില സ്ഥലത്ത് ഇപ്പോൾ ചില ടീച്ചേഴ്സ് സ്കൂൾസൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്? വി നോ ഇറ്റ്, അവർക്ക് അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ കുറച്ചും കൂടെ അതിൻ്റെ ഒരു ഒറേഷൻ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് നടക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഞാൻ പറയണത് ഇതൊക്കെ ആണെങ്കിലും ഇതിൻ്റെ ബേസിസിന് ഒരു നിർബന്ധമുള്ള ആൾക്കാർ പേരൻസ് തന്നെയാണ്. കാരണം സ്കൂള് എത്ര കൊല്ലം വരെ, അത് കഴിഞ്ഞിട്ടോ അതിന് മുൻപും പേരൻസ് തന്നെയല്ലേ. അപ്പോൾ ഞാൻ ആരുടെയും തലയിലേക്ക് ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മാറാൻ പറ്റില്ല. നമുക്ക് നമ്മളും കൂടി ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഒരു ഇത്തിരിയെങ്കിലും എടുക്കണം. അങ്ങനെ ആണ് പോകണ്ടേ. പിന്നെ കരിക്കുലത്തിനാണെങ്കിലും എല്ലാ സിലബസിലാണെങ്കിലും വ്യത്യാസങ്ങളുണ്ട്, അത് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ എത്രത്തോളം പഠിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം വൃത്തിയായിട്ട് ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഈ പറഞ്ഞ പോലെ ഇറ്റ്സ് നീഡ് ടു ബി പോളിഷ്ഡ്, നീഡ് ടു ബി എന്താ പറയണേ ഇൻവെസ്റ്റിഗേറ്റഡ്. അതങ്ങനെ പോകും. ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ദെയർ. ബട്ട് ദെൻ പോളിസീസിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സെക്സ് എഡ്യൂക്കേഷനെ പറ്റി അല്ലെങ്കിൽ സെക്സ് എഡിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ ലേബലിങ്ങിനെ കുറിച്ച് പറഞ്ഞു, ഫിസിക്കൽ ബൗണ്ടറീസ് പറഞ്ഞു. തീർച്ചയായിട്ടും ഇപ്പോൾ മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം സ്ത്രീകളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ പുരുഷന്മാരുടെ ലൈഫിലും ഏതെങ്കിലുമൊക്കെ റോളിൽ സ്ത്രീകളുണ്ട്, നമ്മുടെ ലൈഫിൽ ഏതെങ്കിലുമൊക്കെ റോളിൽ പുരുഷന്മാരുണ്ട്. ഈ ഒരു പ്രക്രിയയെക്കുറിച്ച് ഇപ്പം നമ്മൾ പെൺകുട്ടികൾക്ക് പോലും ഒരു പ്രോപ്പർ മെൻസ്ട്രൽ എഡ്യൂക്കേഷൻ നടക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ്. ഇത് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്നൊരു കോൺസെപ്റ്റ് മാറണ്ടേ? നമ്മുടെ ലൈഫിലെ എല്ലാ ആണുങ്ങളും മേ ബി ലൈക്ക് ഫാദർ, ബ്രദർ, സ്പൗസ്, അവരും കൂടെ ഇത് അറിഞ്ഞിരിക്കേണ്ടതല്ലേ? അല്ല നോക്കൂ, ഈ ജെൻഡർ നമ്മുടെ സെക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടുപേരോടും രണ്ടെന്നല്ല ആക്ച്വലി എല്ലാ ജെൻഡറിനെ കുറിച്ചും എല്ലാ ജെൻഡറിനോടും പറയുക ചെയ്യാം. ഓക്കെ. അല്ലാതെ ഒരിക്കലും മെയിലിനെ വിളിച്ചിരുത്തി മെയിലിൻ്റെ മാത്രം കാര്യങ്ങൾ പറയുകയോ സ്ത്രീയോട് സ്ത്രീയുടെ കാര്യം അങ്ങനെ അല്ലാതെ. ഇപ്പോൾ ഞാനൊക്കെ നിർബന്ധമായിട്ട് പറയുന്ന കാര്യം, നിങ്ങളുടെ വീട്ടിൽ ആൺകുട്ടികൾ, ചില ആൾക്കാർ പറയും മാം ഞാൻ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു, എനിക്ക് ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയും നിങ്ങൾ നിർബന്ധമായിട്ട് മെൻസ്ട്രേഷൻ എന്താണെന്ന് നിമ്മമാരെ പഠിപ്പിച്ചേ പറ്റുള്ളൂ എന്ന് പറയാറുണ്ട്. നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യമാണ്. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യം. കാരണം ചുറ്റുപാടും ആണുങ്ങൾ മാത്രമോ പെണ്ണുങ്ങൾ മാത്രമോ മാത്രമല്ലല്ലോ ഉള്ളത്, എല്ലാവരും ഇല്ലേ.
അപ്പോൾ അത് പഠിപ്പിച്ച് കൊടുത്തേ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും ചോദിക്കാം, നിങ്ങൾ തന്നെ ആര് പഠിപ്പിക്കും? നിങ്ങൾക്കില്ലേ പീരിയഡ്സ്? അപ്പം ഞാൻ അമ്മയാണ്, ഞാൻ സ്ത്രീയാണ്. എന്നേക്കാൾ നന്നായിട്ട് എൻ്റെ മകന് ഒരു സ്ത്രീയുടെ കോൺസെപ്റ്റ്, ഒരു സ്ത്രീ എങ്ങനെയാ കാണുക, എങ്ങനെയായിരിക്കും ചിന്തിക്കുക എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ആരായിരിക്കും? ഞാനല്ലേ ഏറ്റവും അഡക്വേറ്റ് ആയിട്ടുള്ള ഒരാൾ. എൻ്റെ ചിന്താഗതികൾ ശരിയാവണമെന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ പറയുമ്പോൾ ഇങ്ങനെയാണ്, ഇങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതിങ്ങനെയാണ്, അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലാതെ എനിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യാറ്. അപ്പോൾ ഞങ്ങൾ സ്ത്രീകൾ ഇങ്ങനെയാണ് ചിന്തിക്കാറ്. ഇപ്പോൾ പെട്ടെന്ന് നമ്മളിപ്പോൾ സാരി കൊടുത്തിട്ട് പുറത്തു പോയി നിൽക്കുകയാണ്, ഒരാളെന്നെ നോക്കുമ്പോഴേ ശരിക്കും അമ്മയ്ക്ക് തോന്നുന്നത് എൻ്റെ ബ്രാ എങ്ങാനും കാണുന്നുണ്ടോ, ഇപ്പോൾ വയറെവിടെയെങ്കിലും കാണുന്നുണ്ടോ, സാരി വൃത്തിയായിട്ടല്ലേ, ഇങ്ങനൊരു തോട്ടാണ് പെട്ടെന്ന് അമ്മയ്ക്ക് കിട്ടിയത്. ഞാൻ എൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ലോകത്തുള്ള പെണ്ണുങ്ങൾ മുഴുവൻ ഇങ്ങനെ ചിന്തിക്കണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. അപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാവില്ലേ, ഓ ഇങ്ങനെ ഒരു ചിന്ത വരാം. അപ്പോൾ ഹീ വുഡ് സേ, ഞാനിങ്ങനെ ചിന്തിക്കുന്നേ ഇല്ലല്ലോ ഒരിക്കലും. ഇതൊരു വലിയ കോൺസെപ്റ്റാണ്. മനസ്സിലായോ? ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഓപ്പണായിട്ട് പറയാണ്, ബേസിക്കലി ദ കോൺസെപ്റ്റ് ഓഫ് പ്രൈവസി എന്ന് പറയുന്നത് ഈ മെയിൽ ജെൻഡറിനുണ്ടെന്ന് എനിക്ക് പറഞ്ഞത് എൻ്റെ മകനാണ്. കാരണം ഞാൻ എപ്പോഴും ഓർക്കുന്നു, ഞങ്ങൾ നാലാളും കൂടി ഒരു ട്രിപ്പിന് പോയ സമയത്ത് അർജൻറ്റായിട്ടൊരു യൂറിനേഷൻ്റെ ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ ഞാനപ്പോൾ മോൾക്ക് അങ്ങനെ യൂറിനേഷൻ്റെ ഒരു എർജ് വന്നപ്പോൾ നമ്മൾ എത്രയും അടുത്തൊരു ഒരു പമ്പിൽ പോയിട്ട് നമ്മൾ നിർത്തി. പണ്ട് അവനൊരു 4 വയസ്സ് അങ്ങനെ ഉണ്ടാകുന്ന സമയത്തായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ അവൾ കുഞ്ഞാണ് അന്നേരം, മോള് കുഞ്ഞായിരിക്കും. അപ്പോൾ അവളെ ഞാനിങ്ങനെ നിർത്തിയിട്ട് അവളെ പോയിട്ട് യൂറിനേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അവരടുത്ത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു നോ എനിക്കിപ്പോൾ വേണ്ട പറഞ്ഞു. കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഹീ സെഡ് അമ്മ ഐ വോണ്ട് ടു പീ. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ഇനിയിപ്പോൾ അടുത്തെങ്ങും ഒരു കാര്യം ചെയ്യാം, അതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്, നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്യാണ്, ഒരു ഗട്ട് റോഡാണ്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് സൈഡിൽ നിർത്താം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് മൈ 4-year-old ആസ്ക്ഡ് മീ വാസ്, അപ്പം എനിക്ക് ബാത്റൂം വേണ്ടതെന്നാണ്. അപ്പം ഞാൻ വളരെ കാഷ്വലായി അവനോട് ചോദിച്ചത്, നിനക്ക് എന്തിനാ ബാത്റൂം, നീ അടുത്തിരുത്ത് ഇതാക്കിയ പോരെ. അപ്പം അവനോട് ചോദിച്ചതാ വൈ, അപ്പം എൻ്റെ ബിസിനസ് ആരും കാണില്ലേ. അപ്പോഴാണ് എനിക്കിങ്ങനെ കത്തിയത്, ഓ മൈ ഗോഡ് ഞാൻ എന്ത് മിഡിയാണ്. സീരിയസ്ലി എനിക്ക് അങ്ങനെ ഒരു ചിന്തയെ ഉണ്ടായിട്ടില്ല അതിന് നമുക്കില്ലല്ലോ. ലൈക്ക് നമ്മൾ അവരുടെ പ്രിവിലേജ് ആയിട്ടും പറയുന്നതാണല്ലോ. ഞാനിങ്ങനെ നോക്കിയപ്പം എൻ്റെ സത്യം ചോദിച്ചാൽ എൻ്റെ ഹസ്ബൻഡും അങ്ങനെ ഒരിക്കലും ഈ പറയുന്ന പോലെ പബ്ലിക് സ്പേസിൽ യൂണിറ്റ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എവിടെയോ എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു കണ്ടീഷനിങ് ഉണ്ട്. അത് ബ്രേക്ക് ചെയ്തത് എൻ്റെ മകനാ. അപ്പം ഞാൻ പറയാം, ദിസ് ഇസ് ഹൗ വി ഇവോൾവ്. വെൻ വി ഗ്രോ വിത്ത് ദം ഇസ് വെൻ വി ഇവോൾവ്. ഇതുപോലെ കഴിഞ്ഞ ദിവസമല്ല, കുറേ മുമ്പ് പണ്ട് ഇതുപോലെ ഒരു ക്ലാസ്സിൽ ഒരു കുഞ്ഞു കുട്ടികളെ കൂടെ ഒരു സെക്സ് എഡ് പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ പേരൊക്കെ ഇങ്ങനെ പഠിച്ചു. അപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞാണ്, ആൻറ്റി എൻ്റെ സ്കൂളിലെ ബാത്റൂംസ് മാറ്റാൻ പറ്റുമോയെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് ബാത്റൂംസ് മാറ്റുന്നത്? കുഞ്ഞു ഷീൽഡാണ്, ഞാൻ സൂസു മുള്ളുമ്പം അവൻ എൻ്റെ നോക്കും. മനസ്സിലായോ? ഞാൻ അവൻ്റെ കാണും. ശരിയല്ലേ? ശരിയാ. ഗേൾസിന് മാത്രമാണ് ബാത്റൂം അകത്ത് പോയിട്ട് ഇതാക്കാൻ പറ്റുക എന്ന് ആ കുട്ടി പറഞ്ഞാണ്. ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ഗേളാണ്. ഐ ഡോണ്ട് നോ ദിസ്. ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ഇതിനകത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് എനിക്കിതൊക്കെ മനസ്സിലാവണേ. ശരിയല്ലേ? ഇപ്പം ഞാൻ വളരെ കൺസേൺ ആണ്. ഇപ്പം അവൻ്റെ അടുത്താണെങ്കിലും ഇപ്പോൾ ഒന്ന് പെട്ടെന്ന് സ്വിമ്മിങ്ങിനൊക്കെ പോകുന്ന ആളാണ്. അവൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വിമ്മിങ് ഡ്രസ്സ് നമ്മൾ സ്വിം ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോകുമ്പോൾ സ്വിമ്മിങ് സൂട്ട് അടിയിലിട്ടിട്ടായിരിക്കും പോവാം. ബട്ട് മാറിയിട്ട് ഇത് മാറുമ്പോൾ എല്ലാവരും കാണൂലേ? ഗേൾസിന് മാത്രം അകത്ത് പോയി മാറാൻ പറ്റും, ബോയ്സ് നീ അങ്ങ് മാറിക്കോളാൻ പറയാം. അതെന്താ അങ്ങനെ? ഞാൻ പറയും നമുക്കിതിങ്ങനെ എല്ലാം കൂടി എപ്പോഴും പെട്ടെന്ന് മാറ്റാൻ പറ്റും, നമുക്ക് പതുക്കെ മാറ്റാം. അപ്പോൾ വിച്ച് ഐ മീൻ ടു സേ ദിസ് ഇസ് ഹൗ വി ഓൾ അണ്ടർസ്റ്റാൻഡ് സിറ്റുവേഷൻസ്. ഇങ്ങനെയാണ് നമ്മൾ ഇവോൾവ് ആവുക. ഇപ്പം ഞാൻ പറയണത് ഇതൊക്കെ എൻ്റെ വീട്ടിലിരിക്കുന്ന കുട്ടികളോ ഞാൻ മിണ്ടുന്ന കുട്ടികളോ മാത്രം പറയുന്ന കാര്യമൊന്നുമല്ല, എല്ലാ കുട്ടികളും പറയുന്നുണ്ടാവും. അപ്പം നിങ്ങളുടെ കണ്ണും കാതും ഒക്കെ ഒന്ന് തുറന്നു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചേഞ്ച് ചെയ്യാനും പറ്റും. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ലൈക്ക് ഒരു വാക്കെന്ന നിലയ്ക്ക് പോലും പറയാൻ മടിച്ചിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് നേരം വളരെ കാര്യമായിട്ട് തന്നെ സംസാരിച്ചു. ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവട്ടെ, നമ്മൾ പാരൻസും ഇവോൾവ് ആവട്ടെ കുട്ടികളുടെ ഒപ്പം. നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ കൂടെ ചെന്ന് നമ്മൾ ആ കുട്ടികളുടെ കൂടെ ഒന്ന് യാത്ര ചെയ്തിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ആരെ കൊണ്ട് ഇപ്പം വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു ഹെൽപ്പ് എടുത്ത് മുൻപോട്ട് പോവുക. ഇപ്പം എല്ലാത്തിൻ്റെയും സൊല്യൂഷൻ ഒരാൾ തന്നെ ആവണം നിർബന്ധമൊന്നുമില്ലല്ലോ. ദാറ്റ്സ് നോട്ട് പോസിബിൾ. പേരൻസ് തന്നെ എല്ലാവരും ആവുക, ഇപ്പോൾ എല്ലാ റോൾസും എടുക്കുക, പ്രൊട്ടക്ടർ, എഡ്യൂക്കേറ്റർ, അത് ഭയങ്കര ഹെക്ടിക്കാണ്. യു ക്യാൻ delegate your task, but choose wisely when you delegate the task. Thank you.